ആരാണ് കറുപ്പ് എന്ന കറുപ്പുസ്വാമി? ഈ അടുത്ത സമയത്ത് തമിഴിൽ റിലീസായ സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും അന്വേഷണം നേരിടുന്ന വിഷയങ്ങളിൽ ഒന്നാണിത്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കറുപ്പുസ്വാമി ആര് എന്ന് ഒന്ന് നോക്കി വരാം. കാവൽ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ് കറുപ്പുസ്വാമി. ശാസ്താ സങ്കല്പവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കറുപ്പുസ്വാമി. അതിനാൽ തന്നെ 18 പടിയൻ എന്ന ഒരു പേരുകൂടിയുണ്ട്. ശാസ്താവിൻ്റെ പ്രധാനപ്പെട്ട സൈന്യാധിപൻ ആയി കറുപ്പുസ്വാമിയെ വിശേഷിപ്പിക്കാം. സുബ്രഹ്മണ്യസ്വാമിക്കൊപ്പം ഹിഡുംബസ്വാമിക്ക് ഉള്ളതുപോലെയും ലളിതാംബികയ്ക്കൊപ്പം വരാഹിദേവി എങ്ങനെയാണോ അതുപോലെയാണ് ശാസ്താവിന് കറുപ്പുസ്വാമി. അതിനാൽ തന്നെ ശാസ്താവിൻ്റെ പരിവാരമൂർത്തിയായി കറുപ്പുസ്വാമി കരുതപ്പെടുന്നു. കറുപ്പുസ്വാമി ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ദേവത എന്ന സങ്കല്പത്തിൽ ആണ് ആരാധിക്കപ്പെടുന്നത്. കുലദൈവമായും കുടുംബദേവതയായും ഒക്കെ ആരാധിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ തമിഴ്നാട്, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും കറുപ്പുസ്വാമി ആരാധിക്കപ്പെടുന്നു. ഒരു ക്ഷേത്രപാലകന് ക്ഷേത്രത്തിൻ്റെ ചുമതല എപ്രകാരമാണോ അതുപോലെ ഒരു സംരക്ഷകന്റെ ചുമതലയാണ് കറുപ്പുസ്വാമിക്കുള്ളത്. എന്നാൽ ക്ഷേത്രപാലകന്റെ ചുമതല ക്ഷേത്രത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുമ്പോൾ കറുപ്പുസ്വാമിയുടെ സംരക്ഷണ ചുമതല ഒരു ഗ്രാമമോ ഒരു വലിയ പ്രദേശമോ ഉൾക്കൊള്ളുന്നതാകുന്നു. ചുരുക്കി പറഞ്ഞാൽ കറുപ്പുസ്വാമിയുടെ ക്ഷേത്രം എന്നത് ഒരു ഗ്രാമമോ പ്രദേശമോ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാകുന്നു. പ്രകാശസ്വരൂപിയായ മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമായി തമോമൂർത്തി ആയതിനാൽ തന്നെ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്. അന്യായം പ്രവർത്തിക്കുക, അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുക, ആഭിചാരങ്ങളിൽ കുടുങ്ങുക പോലെയുള്ള അവസ്ഥകളിൽ പ്രാർത്ഥിച്ചാൽ ഉടനടി സഹായം നൽകുന്ന മൂർത്തിയാണ് കറുപ്പുസ്വാമി. ശനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂർത്തി കൂടിയാണ്. സത്യം, ധർമ്മം, ന്യായം, അന്യായം ഇത്തരം വിഷയങ്ങളിൽ ശനിയാണ് ആധിപത്യമുള്ള ദേവത. ശനി ന്യായാധിപനാണ്. ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം അലങ്കരിക്കുന്നത് ശനി മാത്രമാണ്. അതിനാലാണ് ശനീശ്വരൻ എന്ന് നാം വിളിക്കുന്നത്. അതിനാൽ ശനീശ്വരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറുപ്പുസ്വാമിക്കും ഈ ഗുണങ്ങൾ ഉണ്ട്. ചട്ടവിരുദ്ധമായോ ന്യായവിരുദ്ധമായോ ഒരു തീരുമാനം കറുപ്പുസ്വാമിയിൽ നിന്നും ഉണ്ടാകില്ല. ന്യായ അന്യായങ്ങളുടെയും ധർമ്മ അധർമ്മങ്ങളുടെയും ഒരു പ്രദേശത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മൂർത്തിയായി കറുപ്പുസ്വാമി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വിളകളുടെ സംരക്ഷകനായും കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായും ആഭിചാര ദുർമൂർത്തികളെ ഒഴിപ്പിക്കാനായും സ്ത്രീകളുടെയും കുട്ടികളുടെയും അശരണരുടെയും സംരക്ഷകനായും ഒക്കെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നാമത്തിലും സ്വാമി ആരാധിക്കപ്പെടുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശാസ്താവിൻ്റെ പരിവാരമൂർത്തി ആയതിനാൽ ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഉൾപ്പെടെ പ്രശസ്ത ശാസ്താക്ഷേത്രങ്ങളിൽ കറുപ്പുസ്വാമി ഉപദേവതയായി ആരാധിക്കപ്പെടുന്നു. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെ ഒരു വശത്ത് കറുപ്പുസ്വാമിയും മറുവശത്ത് കറുപ്പായി അമ്മയും പ്രതിഷ്ഠിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്നു. സപരിവാര മൂർത്തികളിൽ പെടുന്നതിനാൽ തന്നെ പ്രത്യേക പ്രതിഷ്ഠയോ പൂജയോ ഇല്ലെങ്കിൽ തന്നെയും എല്ലാ ശാസ്താക്ഷേത്രങ്ങളിലും കറുപ്പുസ്വാമി സാന്നിധ്യം ഉണ്ടായിരിക്കും. ഭൈരവ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ തന്നെ ഭൈരവ വാഹനമായ നായ കറുപ്പുസ്വാമിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. തമിഴ്നാട്ടിലാണ് കറുപ്പുസ്വാമി ആരാധന കൂടുതലായി ഉള്ളതെങ്കിലും കേരളത്തിൻ്റെ മലയോര മേഖലകളിലും കറുപ്പുസ്വാമി കോവിലുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ നമുക്ക് ഇത് കാണാം. കൊല്ലം ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കോട്ടവാസൽ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കൊല്ലം തിരുമംഗലം ദേശീയ പാതയോരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രശസ്തമായ കറുപ്പുസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ആണ് ദിനം പ്രതി ആവലാതികൾ പറയുന്നതിനായി കറുപ്പുസ്വാമിയുടെ മുൻപിൽ എത്തുന്നത്. ശബരിമല തീർത്ഥാടന കാലയളവിൽ ഉൾപ്പെടെ നിരവധി തീർത്ഥാടകർ ആണ് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് സായുജ്യം നേടുന്നത്. ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ യാത്രാ സൗകര്യം ഇവിടേക്ക് സുഗമമാണ്. കൊല്ലത്തു നിന്നും പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും യഥേഷ്ടം ബസ് സർവീസുകൾ ലഭ്യമാണ്. പുനലൂർ, ചെങ്കോട്ട എന്നിവയാണ് അടുത്തുള്ള ബസ് ഡിപ്പോകൾ. പുനലൂർ, ആര്യങ്കാവ്, ഭഗവതിപുരം, ചെങ്കോട്ട എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കിഴക്കോട്ട് കേവലം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടവാസൽ കറുപ്പുസ്വാമി കോവിൽ എത്തും.